ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ ഉദ്യമങ്ങൾക്ക് ഊർജം പകരാൻ റോക്കറ്റുകൾ വിക്ഷേപിച്ച് 2 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ പിക്സൽ, ധ്രുവ എന്നീ സ്റ്റാർട്ടപ്പുകളാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ വാഹനത്തിൽ നിന്ന് 9 സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. നാഷണൽ അഡ്വാൻസ്ഡ് ഒപ്റ്റിക്കൽ സിസ്റ്റം ഉദ്യമത്തിന്റെ ഭാഗമായായിരുന്നു വിക്ഷേപണം. ബഹിരാകാശ സാങ്കേതിക രംഗത്തെ വാണിജ്യ ശക്തി തുറന്നുകാട്ടുക മാത്രമല്ല, അന്താരാഷ്ട്ര വിക്ഷേപണങ്ങളിലെ താരിഫ് പരിധിയുടെ സമയപരിധി കഴിയുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ വിജയമായി കൂടിയായി ഇതിനെ കാണുന്നു. കൊമേഴ്ഷ്യൽ കോൺസ്റ്റലേഷന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 3 ഫയർഫ്ലൈ സാറ്റലൈറ്റുകളാണ് പിക്സൽ വിക്ഷേപിച്ചത്. ഭ്രമണപഥത്തിലുള്ള മൊത്തം 6 സാറ്റലൈറ്റുകളിലൂടെ ലോകത്ത് തന്നെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനായി മാറുകയാണ് പിക്സൽ. 40 കിലോമീറ്റർ ചുറ്റളവിൽ 5 മീറ്റർ റെസല്യൂഷനിൽ 135ലധികം സ്പെക്ട്രൽ ബാൻഡിൽ ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ളതാണ് ഓരോ ഫയർഫ്ലൈ സാറ്റലൈറ്റുകളും. പരിസ്ഥിതി, കാർഷിക, വ്യാവസായിക പ്രതിഭാസങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും വിളകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും കീടബാധയും അറിയാനും വാതക ചോർച്ച മനസ്സിലാക്കാനും കാലാവസ്ഥാ മാറ്റങ്ങൾ അറിയാനും സഹായിക്കുന്നവയാണ് ഈ സാറ്റലൈറ്റുകൾ. സെനോ ട്രാൻസ്പ്ലാന്റേഷൻ ചരിത്രപരമായ മുന്നേറ്റവുമായി ചൈനീസ് ശസ്ത്രക്രിയാ വിദഗ്ധർ പന്നിയുടെ ശ്വാസകോശം മസ്തിഷ്ക മരണം സംഭവിച്ച മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ചു. അവയവ മാറ്റത്തിന് ജനിതകമായി രൂപകൽപ്പന ചെയ്ത പന്നികളെ ഉപയോഗിക്കുന്നതിനുള്ള വമ്പൻ ചുവടുവെപ്പാണ് ശസ്ത്രക്രിയയെന്ന് നേച്ചർ മെഡിസിൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു. 2024 മെയ്യിൽ ഗ്വാങ്ഷോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. തലച്ചോറിൽ ഗുരുതരമായ രക്തസ്രാവം അനുഭവപ്പെട്ട 39 വയസ്സുള്ള പുരുഷന്റെ ഇടത് ശ്വാസകോശമാണ് മാറ്റിവെച്ചത്. മനുഷ്യക്കലകളുമായുള്ള അനുയോജ്യത വർദ്ധിപ്പിക്കുന്നതിനായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ശ്വാസകോശമാണ് ഉപയോഗിച്ചത്. 9 ദിവസം ശ്വാസകോശം വിജയകരമായി പ്രവർത്തിച്ചു. ഈ കാലയളവിൽ അവയവം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഫലപ്രദമായി കൈമാറ്റം ചെയ്തു. മനുഷ്യദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കും ഇടയിൽ പോലും ശ്വാസകോശം മാറ്റിവെക്കൽ കടുത്ത പ്രതിസന്ധി നിറഞ്ഞതാണ്. അതിനിടയിലാണ് പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ മാറ്റിവെച്ചത്. സെനോ ട്രാൻസ്പ്ലാന്റേഷനിലെ ഒരു പ്രധാന തടസ്സം മറികടക്കാൻ ജീൻ എഡിറ്റ് ചെയ്ത പന്നികളെ ഉപയോഗിക്കുന്നതിന്റെ സാധ്യതയാണ് ശസ്ത്രക്രിയ തുറന്നിട്ടത്. മനുഷ്യ ശരീരത്തിലെ പന്നിയുടെ ശ്വാസകോശത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ച് നിർണായകമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് നേട്ടമെന്ന് മസാച്യുസെറ്റ്സ് ജനറൽ ആശുപത്രിയിലെ സർജനായ റിച്ചാർഡ് പിയേഴ്സൺ പറഞ്ഞു.